Dear students, നമ്മൾ മാഗ്നറ്റിസം ആൻഡ് മാറ്റർ എന്ന ചാപ്റ്ററിൽ മൂന്നാമത്തെ സെഷനിൽ ജിയോ മാഗ്നറ്റിസം ഓർ ടെറസ്ട്രിയൽ മാഗ്നറ്റിസം അതിൻ്റെ ഡെഫിനിഷൻ പിന്നെ അതിൻ്റെ സോഴ്സ് ഓഫ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡ് അത് നമ്മൾ ഡൈനാമോ എഫക്റ്റ് അത് മിക്കവാറും ഒരു മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ഡൈനാമോ എഫക്റ്റ്? ദെൻ വി ഹാവ് ടു ഡിസ്കസ് അബൌട്ട് ദ important terms connected with the magnetic property of the earth. One is magnetic axis. നിങ്ങൾക്കറിയാം നമ്മൾ ഒരു എർത്തിൻ്റെ ഉള്ളിൽ ഒരു ഇമാജിനറി ആയിട്ടുള്ള ഹ്യൂജ് ബാർ മാഗ്നറ്റ് ഉണ്ടെന്ന് നമ്മളൊരു അസംഷൻ നടത്തിയിട്ടാണ് ഈ ഡെഫിനേഷൻ നമ്മൾ പറയാൻ പോണത്. അങ്ങനത്തെ ഒരു മാഗ്നറ്റ് ഇല്ല എന്ന് നമ്മൾ റിയലായിട്ടില്ല എന്നൊന്ന് പറഞ്ഞെങ്കിലും നമ്മൾ ചില കാര്യങ്ങൾ ഡിഫൈൻ ചെയ്യാനായിട്ട് നമുക്ക് അതിൻ്റെ ഒരു ആവശ്യകതയുണ്ട്. സോ മാഗ്നറ്റിക് ആക്സിസ് ഇപ്പോൾ ആ പിക്ചറിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ പാസിംഗ് ത്രൂ ദി നോർത്ത് ആൻഡ് സൗത്ത് പോൾസ് ഓഫ് ദ അല്ലെങ്കിൽ മാഗ്നറ്റിക് നോർത്ത് ആൻഡ് മാഗ്നറ്റിക് സൗത്ത് പോൾ ഓഫ് ദി എർത്ത്. ദെൻ വാട്ട് ഈസ് ജോഗ്രാഫിക് ആക്സിസ്? ഇപ്പോൾ ജോഗ്രാഫിക് ആക്സിസ് എന്നുള്ളത് ഇറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ പാസിംഗ് ത്രൂ ദി ജോഗ്രാഫിക് നോർത്ത് ആൻഡ് ജോഗ്രാഫിക് സൗത്ത് പോൾ. അപ്പോൾ അത് സെയിലേഴ്സിന് വളരെയധികം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മൾ ഇത് തമ്മിലൊരു ഇൻക്ലിനേഷൻ ഉണ്ടെന്ന് നിങ്ങൾക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റും. ആ ഇൻക്ലിനേഷൻ മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ ജോഗ്രഫി ഒരു കോമ്പാസ് നീഡിലായിട്ടാണ് പോകണമെങ്കിൽ നമ്മൾ വഴിതെറ്റി നമ്മൾ എവിടെയായിരിക്കും വരാൻ പോണ മാഗ്നറ്റിക് സൗത്ത് പോളിലും മാഗ്നറ്റിക് നോർത്ത് പോളിൽ എത്തിച്ചേരത്തുള്ളൂ. അപ്പോൾ ഇത് നമ്മളൊരു ആംഗിൾ മനസ്സിലാക്കിക്കൊണ്ടാണ് സെയിലേഴ്സ് യാത്ര പുറപ്പെടുന്നതും അത് അവർ എത്തിച്ചേരുന്നത്. ഇനി അവിടെ വരുന്ന മറ്റൊരു ടേമാണ് മാഗ്നറ്റിക് ഇക്വേറ്റർ. അതായത് ഇറ്റ്സ് എ ഗ്രേറ്റ് സർക്കിളാണ് പെർപെൻഡിക്കുലർ ടു ദ മാഗ്നറ്റിക് ആക്സിസ്. ഇറ്റ്സ് എ ഗ്രേറ്റ് സർക്കിൾ പെർപെൻഡിക്കുലർ ടു ദി മാഗ്നറ്റിക് ആക്സിസ് ഓൺ ദി എർത്ത് സർഫസ്. ഇതിനെയാണ് മാഗ്നറ്റിക് ഇക്വേറ്റർ എന്നത്. ഇനി നമ്മളൊരു മാഗ്നറ്റിക് മെറിഡിയൻ എന്ന് പറഞ്ഞ ടേം. അപ്പോൾ ആദ്യത്തെ ടേം എന്നുള്ളത് മാഗ്നറ്റിക് ആക്സിസ്, രണ്ടാമത്തെ ടേം എന്നുള്ളത് ജോഗ്രഫിക് ആക്സിസ്, മൂന്നാമത്തെ ടേം എന്നുള്ളത് മാഗ്നറ്റിക് ഇക്വേറ്റർ, നാലാമത്തെ ടേം മാഗ്നറ്റിക് മെറിഡിയൻ, ഇറ്റ് ഈസ് എ വെർട്ടിക്കൽ പ്ലെയിൻ ആണ്. ഇറ്റ് ഈസ് എ നമ്മൾ വെർട്ടിക്കൽ പ്ലെയിൻ എന്നുള്ള ഒരു സങ്കല്പിക്കുക പാസിംഗ് ത്രൂ ദി മാഗ്നറ്റിക് സൗത്ത് ആൻഡ് നോർത്ത് പോൾ. ഇറ്റ് ഈസ് എ വെർട്ടിക്കൽ പ്ലെയിൻ പാസിംഗ് ത്രൂ ദി മാഗ്നറ്റിക് നോർത്ത് ആൻഡ് സൗത്ത് പോൾ. ദാറ്റ് ഈസ് കാൾഡ് മാഗ്നറ്റിക് മെറിഡിയൻ. Then geographic meridian. ഇതുപോലെ തന്നെ നമുക്ക് പറയാം ഇറ്റ് ഈസ് എ വെർട്ടിക്കൽ പ്ലെയിൻ പാസിംഗ് ത്രൂ ദി ജോഗ്രഫിക് നോർത്ത് ആൻഡ് സൗത്ത് പോൾ. ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് ടേംസ് കണക്റ്റഡ് വിത്ത് ദ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഓഫ് ദ എർത്ത്. ഒരു എർത്തിൻ്റെ ജോഗ്രഫിക് നോർത്തും സൗത്ത് പോളാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. അതിന് ഇൻക്ലിനേഷൻ ആയിട്ടായിരിക്കും മാഗ്നറ്റിക് നോർത്ത് ആൻഡ് സൗത്ത് പോൾ എന്നത്. അപ്പോൾ ഒരു കോമ്പാസ് നീഡിൽ കാണിക്കാൻ പോണത് നമ്മൾ ലോഡ് സ്റ്റോൺ എന്ന് നേരത്തെ ഡെഫിനിഷൻ പറയുന്നത് ലീഡിങ് സ്റ്റോൺ എന്ന അർത്ഥത്തിലാണ്. അത് ആൾവേസ് ഡയറക്റ്റഡ് ടുവേഴ്സ് ദി മാഗ്നറ്റിക് നോർത്ത് ആൻഡ് സൗത്ത് പോൾ ആണ്. ജോഗ്രഫിക് നോർത്ത് ആൻഡ് സൗത്ത് പോൾ ആയിരിക്കത്തില്ല. പക്ഷേ നമ്മൾ ആ ഇൻക്ലിനേഷൻ മനസ്സിലാക്കി പോകാമെന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിലുള്ള നോർത്ത് പോളിലും സൗത്ത് പോളിലും നമ്മൾ എത്തിച്ചേരും. ഇനി നമ്മൾ നെക്സ്റ്റ് നമുക്ക് ഡിസ്കഷൻ നടത്താനുള്ളത് എലമെന്റ്സ് ഓഫ് ദ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഓഫ് ദ എർത്ത് ആണ്.
എലമെന്റ്സ് ഓഫ് ദ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഓഫ് ദ എർത്ത്. ഇത് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ചില കുട്ടികളൊക്കെ കോബാൾട്ട് നിക്കൽ അയൺ എന്നൊക്കെ എഴുതി വെക്കും. അതല്ല, ഇഫ് യു വാണ്ട് ടു സ്റ്റഡി ദ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഓഫ് ദ എർത്ത് വി നീഡ് 3 പാരാമീറ്റേഴ്സ്. ആ 3 പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ വേരിയബിൾസ്, ആ വേരിയബിൾസിനെ വിളിക്കുന്ന പേരാണ് എലമെന്റ്സ് ഓഫ് ദ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഓഫ് ദ എർത്ത്. സോ ഹൗ കൻ യു ഡിഫൈൻ ദ എലമെന്റ്സ് ഓഫ് ദ മാഗ്നറ്റിക് പ്രോപ്പർട്ടി? The elements or variables which are needed to completely describe the magnetic property of the earth. These are called elements of the magnetic property of the earth. One, declination. And the symbol നമ്മൾ കൊടുക്കുന്നത് ആൽഫ അല്ലെങ്കിൽ തീറ്റ കൊടുക്കാം. Declination നമ്മൾ നേരത്തെ 2 ടേം പഠിച്ചിരുന്നു. One is the മാഗ്നറ്റിക് മെറിഡിയൻ. നമുക്ക് ഇങ്ങനെ ഒന്ന് സിംപ്ലൈസ് ചെയ്യാം. മാഗ്നറ്റിക് മെറിഡിയൻ. എന്താ മാഗ്നറ്റിക് മെറിഡിയൻ? ഇറ്റ് ഈസ് എ വെർട്ടിക്കൽ പ്ലെയിൻ പാസിംഗ് ത്രൂ ദി മാഗ്നറ്റിക് നോർത്ത് ആൻഡ് സൗത്ത് പോൾ. സെക്കൻഡ് ഈസ് ജോഗ്രഫിക് മെറിഡിയൻ. Definition നേരത്തെ പറഞ്ഞു. Geographic meridian is a vertical plane passing through the geographic north and south pole. It is the angle between magnetic meridian and the geographic meridian is called declination. So what is declination? It is the angle between magnetic meridian and geographic meridian. Clear ആയല്ലോ? Magnetic meridian is a vertical plane passing through the magnetic north and south pole. Geographic meridian is a vertical plane passing through the geographic north and south pole. The angle between magnetic meridian and geographic meridian is called declination. Next, 2, angle of dip. Angle of dip and the symbol delta ആണ്, or inclination. Angle of dip or inclination. അപ്പോൾ ഞാനത് മനസ്സിലാക്കാനായിട്ട് ഒരു ഡയഗ്രം, ഒരു സിംബൽ വരയ്ക്കുകയാണ്. നമ്മൾ ഒരു പ്ലെയിൻ മാത്രം മതി, മാഗ്നറ്റിക് മെറിഡിയൻ മാത്രം മതി. എർത്തിന്റെ റിസൾട്ടന്റ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡ് 2 കമ്പോണന്റ് ഉണ്ടാവും. ഒന്ന് ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഉണ്ട്, മറ്റൊന്ന് വെർട്ടിക്കൽ കമ്പോണന്റ് ഉണ്ട്. ഒരു വെർട്ടിക്കൽ കോമ്പാസ് നീഡിലാണ് നമ്മളിത് മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ആ വെർട്ടിക്കൽ കോമ്പാസ് നീഡിൽ എപ്പോഴും നിൽക്കുന്ന റിസൾട്ടന്റ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ആയിരിക്കും. എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ ബി ആണെന്നിരിക്കട്ടെ. ആ ബി എന്ന് പറഞ്ഞാൽ റിസൾട്ടന്റ് മാഗ്നറ്റിക് ഫീൽഡ് ഹൊറിസോണ്ടൽ ഡയറക്ഷനുമായിട്ട് ഒരു ആംഗിൾ മീറ്റ് ചെയ്യും. ആ ആംഗിളിനാണ് നമ്മൾ ഡെൽറ്റ എന്ന് കൊടുക്കുന്നത്. ആ ഡെൽറ്റയുടെ പേരാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ആംഗിൾ ഓഫ് ഡിപ്പ്. ഇപ്പം ഇതിൽ നമുക്ക് റിസൾട്ടന്റ് ഇതിൻ്റെ ഡെഫിനിഷൻ നമുക്ക് പറയാൻ പറ്റും. ദ ആംഗിൾ മെയ്ഡ് ബൈ ദ എർത്ത് മാഗ്നറ്റിക് ഫീൽഡ്. എർത്ത് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് റിസൾട്ടന്റ് മാഗ്നറ്റിക് ഫീൽഡാണ്. എർത്ത് മാഗ്നറ്റിക് ഫീൽഡ് വിത്ത് ഹൊറിസോണ്ടൽ ഡയറക്ഷൻ. It is the angle made by the earth magnetic field with the horizontal direction. That is called angle of dip or inclination. ഇത് തമ്മിൽ തിരിഞ്ഞു പോരുന്നു. angle of dip അല്ല, declination. ഇനി മൂന്നാമത്തെ ടേം നോക്കുക, horizontal intensity. Horizontal intensity അല്ലെങ്കിൽ എന്നാൽ നമ്മൾ സിംബലൈസ് ചെയ്യുന്നത് BH എന്നാണ്. അപ്പോൾ അത് നമ്മൾ സിമ്പിളായിട്ട് നമുക്ക് ഡെഫിനിഷൻ നമുക്ക് പറഞ്ഞു പോകാം. ഇറ്റ് ഈസ് എ കമ്പോണന്റ് ഓഫ് ദി എർത്ത് മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ദ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ. ഇറ്റ് ഈസ് എ കമ്പോണന്റ് ഓഫ് ദി എർത്ത് മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ദ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ. ഇതാണ് BH.
വെർട്ടിക്കലായുള്ള കമ്പോണന്റ് നമ്മൾ സിംബലൈസ് ചെയ്യുന്ന ബി ബി ആയിട്ടാണ്. അപ്പോൾ നമ്മൾ 3 കാര്യങ്ങൾ നമ്മൾ ഡിഫൈൻ ചെയ്തു. വാട്ട് ആർ ദ എലമെന്റ്സ് ഓഫ് ദ എർത്ത് മാഗ്നറ്റിക് ഫീൽഡ്? ദ പാരാമീറ്റേഴ്സ് or the variables which are required to completely describe the magnetic property of the earth. Then the elements are: one, declination. It is the angle made by between the magnetic meridian and the geographic meridian. Then next, angular dip or inclination. Third one, horizontal intensity. ഇനി ഇത് തമ്മിലുള്ള റിലേഷൻ എന്തൊക്കെയെന്ന് നോക്കാം. നമുക്ക് റിലേഷൻ ബിറ്റ്വീൻ BH, BV, B and delta. നമുക്ക് എങ്ങനെ നോക്കാം. ഈ ഡയഗ്രത്തിൽ നമുക്ക് മനസ്സിലാക്കാം ബിയുടെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ആണ് BH. അപ്പൊ BH is equal to നമുക്ക് B cos delta എന്ന് എഴുതാം. ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. BV is equal to B sin delta. ഇനി നമുക്ക് 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ എടുക്കാം. അതായത് BH സ്ക്വയർ പ്ലസ് BV സ്ക്വയർ ഈക്വൽ ടു B സ്ക്വയർ. ബ്രാക്കറ്റിനുള്ളിൽ cos സ്ക്വയർ ഡെൽറ്റ പ്ലസ് sin square delta. Cos square delta plus sin square delta is equal to 1 ആണ്. അപ്പോൾ ഇതിന്റെ വാല്യൂ b സ്ക്വയർ വരും. അല്ലെങ്കിൽ b is equal to root of bh സ്ക്വയർ plus bv സ്ക്വയർ എന്ന് എഴുതാം. ക്ലിയർ ആയല്ലോ? then ഇവിടെ ഇക്വേഷൻ നമ്പർ 2 ഡിവൈഡ് ബൈ ഇക്വേഷൻ നമ്പർ 1 എടുക്കാം. നമുക്ക് ഇങ്ങനെ കിട്ടും tan delta equal to BV divided by BH. ഇതിന്റെ ഡിഫറെന്റ് വാല്യൂസ് എന്തൊക്കെയെന്ന് നോക്കാം. ഇനി അറ്റ് ഇക്വേറ്റർ BV is equal to 0 മീൻസ് വെർട്ടിക്കൽ കമ്പോണന്റ് 0 ആയിരിക്കും. അല്ലെങ്കിൽ കോമ്പാസ് ലൈനിൽ ഹൊറിസോണ്ടൽ ആയിട്ട് മാത്രമേ നിൽക്കത്തുള്ളൂ. അപ്പോൾ അവിടെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. വെർട്ടിക്കൽ കമ്പോണന്റ് 0 ആണ്. അപ്പോൾ ടാൻ ഡെൽറ്റ 0 വരും. ഓർ ഡെൽറ്റ ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇക്വേറ്ററിൽ ഡെൽറ്റയുടെ വാല്യൂ 0 വരും. ഇനി അറ്റ് പോൾസ് എത്രയെന്ന് നോക്കാം. അറ്റ് പോൾസ് BH ഈസ് ഈക്വൽ ടു 0 ആയി. അല്ലെങ്കിൽ tan delta is equal to infinity. അപ്പോൾ tan delta ഇൻഫിനിറ്റി ആണെങ്കിൽ ഡെൽറ്റ is equal to 90 ഡിഗ്രി ആണ്. അല്ലെങ്കിൽ ആ കോമ്പാസ് ലൈനിൽ വെർട്ടിക്കലായിട്ട് നിൽക്കും. അപ്പോൾ ഹൊറിസോണ്ടൽ ആയിട്ട് നിൽക്കുന്നത് ഇവിടെ ഇക്വേറ്റർ റീജിയനിൽ, വെർട്ടിക്കലായിട്ട് നിൽക്കുന്നത് പോൾസിൽ. ഇനി വേറെ ഏതെങ്കിലും പ്ലേസിൽ ഈ BH is equal to BV രണ്ട് കമ്പോണന്റ് ഈക്വൽ ആയിട്ട് വരികയാണെങ്കിൽ tan delta is equal to 1 എഴുതാം. ഓർ delta is equal to 45 ഡിഗ്രി എഴുതാം. ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ tan ഡെൽറ്റയുടെ വാല്യൂ ഇക്വേറ്ററിൽ 0 ആണ്, പോൾസിൽ 90 ഡിഗ്രിയാണ്. അപ്പോൾ അതിൽ നിന്ന് ഒരു കാര്യം കൂടെ ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. ആംഗ്ലോ ഡിപ്പ് പോൾസിലോട്ട് പോകുന്നതനുസരിച്ച് കൂടിക്കൊണ്ടേയിരിക്കത്തുള്ളൂ. But Delhi to a person is going from Delhi to England. What will happen to the angular dip shown by the vertical circle? Dip circle എന്ന് പറയുന്ന dip circle is used to measure the angular dip. അപ്പോൾ നിങ്ങൾ ഒരു കോമൺ സെൻസ് ഉപയോഗിച്ചാൽ മതി. ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞാൽ തണുപ്പ് രാജ്യമാണ്. തണുപ്പെന്ന് പറയാൻ കാരണം അത് നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ പഠിച്ചു ഡൽഹി എന്ന് പറയുന്നത് ശരിക്കും ഇക്വേറ്റർ റീജിയനിൽ, മാഗ്നറ്റിക് ഇക്വേറ്റർ റീജിയൻ അടുത്താണ്. അപ്പോൾ മാഗ്നറ്റിക് ഇക്വേറ്ററിൽ
ആംഗ്ലോ ഡിപ്പ് നിയർലി സീറോ, പ്യുവർലി ഡൽഹിയിൽ നിയർലി സീറോ ആണ്. ഇനി ഇംഗ്ലണ്ടിൽ എന്ന് പറഞ്ഞാൽ തണുപ്പ് രാജ്യമാണ്, അങ്ങോട്ട് പോകുന്നതനുസരിച്ച് ആംഗ്ലോ ഡിപ്പ് കൂടിയ വരുന്നത് നേരത്തെ പറഞ്ഞു. അപ്പോൾ നമുക്ക് എന്താ ആൻസർ എഴുതാം? ആംഗ്ലോ ഡിപ്പ് ഇൻക്രീസസ് ആസ് വി ആർ ഗോയിങ് ഫ്രം ഡൽഹി ടു ഇംഗ്ലണ്ട്. ഓക്കെ, ഇതാണ് എൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ് ഒക്കെ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് വൺ വേർഡിനുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ടേംസ് പറഞ്ഞു തരികയാണ്. വൺ ഈസ് ഐസോഗോണിക് ലൈൻ. ലൈൻ ജോയിനിങ് സെയിം വാല്യൂ ഓഫ് ഡെക്ലിനേഷൻ. എന്താ ഐസോഗോണിക് ലൈൻ? ലൈൻ ജോയിനിങ് സെയിം വാല്യൂ ഓഫ് ഡെക്ലിനേഷൻ. അങ്ങനെയുള്ള പ്രദേശങ്ങളെല്ലാം കൂടെ നമ്മൾ ജോയിൻ ചെയ്ത് വരയ്ക്കാമെന്നുണ്ടെങ്കിൽ അതിന് വിളിക്കുന്ന പേര് ഐസോഗോണിക് ആണ്. ഇനി ഈ ഐസോയ്ക്ക് പകരം അഗോണിക് ലൈൻ എന്താണെന്ന് നോക്കാം. അഗോണിക് ലൈൻ, ലൈൻ ജോയിനിങ് places having zero declination. രണ്ട് വാല്യൂ നിന്ന് മനസ്സിലാക്കി എടുത്തേക്കാം. വൺ ഈസ് ഐസോഗോണിക്, സെക്കൻഡ് വൺ ഈസ് അഗോണിക്. ദെൻ നെക്സ്റ്റ് ഐസോക്ലിനിക്. ഐസോക്ലിനിക് line joining places having same angle of dip. Line joining places having same angle of dip. അതിനെ വിളിക്കുന്നവര് ഐസോക്ലിനിക് ലൈൻ എന്ന് വിളിക്കാം. ഈ ഐസോ മാറ്റിയിട്ട് എ ചേർക്കുക, അക്ലിനിക് ലൈൻ. അപ്പൊ അവിടെ ഇതേ സെന്റൻസ് തന്നെ ഹാവിങ് സെയിം സീറോ ആംഗ്ലോ ഡിപ്പ്. ഇനി ഒരു ടേം കൂടെ ഉണ്ട്, ഐസോ ഡൈനാമിക് ലൈൻ. ഐസോ സെയിം ബി എച്ച്, ഹൊറിസോണ്ടൽ കമ്പോണന്റ് സെയിം ആയിട്ടുള്ള പ്രദേശങ്ങളെല്ലാം ജോയിൻ ചെയ്ത് വരയ്ക്കുന്നതിനാണ് ഐസോ ഡൈനാമിക് ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 5 ടേം ഒന്ന് നോക്കിയേക്കാം. വൺ ഈസ് ഐസോഗോണിക് ലൈൻ, സെക്കൻഡ് ഈസ് അഗോണിക് ലൈൻ, തേർഡ് ഈസ് ഐസോക്ലിനിക് ലൈൻ, ഫോർത്ത് ഈസ് അക്ലിനിക്, ഫിഫ്ത്ത് ഈസ് ഐസോ ഡൈനാമിക് ലൈൻ. ഇനി നമ്മൾ മാഗ്നറ്റിസം ആൻഡ് മാറ്റർ എന്നാണ് ആ യൂണിറ്റിന്റെ ആ ചാപ്റ്ററിന്റെ പേര് തന്നെ. അപ്പോൾ നമ്മൾ മാറ്ററിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ എർത്തിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഡയർണൽ വേരിയേഷൻസ് ഒക്കെ ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ്. നിങ്ങൾ സോളാർ വിൻഡ് എന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ട് കാണും. അയോണിക് ഫ്ലയേഴ്സ് സണ്ണിന്റെ സർഫസിൽ നിന്ന് പുറത്തേക്ക് ഇലക്ട് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ സംടൈംസ് എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ്മോസ്ഫിയറിലോട്ട് അത് എൻട്രി ചെയ്യും. ഇപ്പോൾ എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡിലാണ് നമ്മൾ അങ്ങനത്തെ ഒരു ആക്സിഡൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുത്തുന്നത്. ഈ അയോണിക് ക്ലൗഡ്സിനെ എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡ് റിപ്പൽ ചെയ്ത് പുറത്തേക്ക് കളയും. അതുകൊണ്ടാണ് നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെടും. അല്ലെങ്കിൽ അത് നേരിട്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് വീണ് കഴിഞ്ഞാൽ നമ്മളൊക്കെ ഡെഡായി പോകും. അതിനാണ് സോളാർ വിൻഡ് എന്ന് പറയും, സോളാർ ഫ്ലയേഴ്സ് എന്ന് പറയും, സോളാർ വിൻഡ് എന്ന് പറയും. ഇറ്റ് ഈസ് എ സ്ട്രീം ഓഫ് അയോൺസ് ആണ് ത്രോൺ ഔട്ട് ഫ്രം ദ സർഫസ് ഓഫ് ദ എർത്ത്. അപ്പോൾ അത് എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിലാണ് ഇത് റിപ്പൽ ചെയ്ത് പുറത്തേക്ക് കളയുന്നതുകൊണ്ട് നമ്മൾ രക്ഷപ്പെടുന്നത്. ഇനി പോൾസിൽ അത് നേരിട്ട് വന്ന് വീഴാറുണ്ട്. അപ്പോൾ നേരിട്ട് വന്ന് വീഴുമ്പോൾ അറ്റ്മോസ്ഫിയറിൽ ഒരുപാട്
ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ഓറോറ എന്ന് പറയുന്നത്. അപ്പോൾ ബോറിയാലിസിസ് എന്നാണ് അതിൻ്റെ ടേംസ്. ഓട്ടം നോർത്തേൺ ഹെമിസ്ഫിയറിലും സൗത്തേൺ ഹെമിസ്ഫിയറിലും ബോറിയാലിസിസ് ഉണ്ടാകുന്നുണ്ട്. ആ ബോറിയാലിസിസ് ഉണ്ടാകുന്നതിൻ്റെ കാരണം ഈ ഹോട്ട് സ്ട്രീം ഓഫ് അയോൺസ് അറ്റ്മോസ്ഫിയറിൽ വന്ന് കൊളൈഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇല്യൂമിനേഷൻസ് ആണ്. ആ മോളിക്യൂൾസിനെ എക്സൈറ്റഡ് സ്റ്റേറ്റിലോട്ട് കൊണ്ടുപോയി അത് റീഎമിറ്റ് ചെയ്താണ് ഇല്യൂമിനേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ പോൾസിൽ ഒരിക്കലും കംപ്ലീറ്റ് ആയിട്ട് ഡാർക്ക്നെസ് ഉണ്ടായിരിക്കത്തില്ല. എപ്പോഴും ഒരു വെളിച്ചം അവിടെ ഉണ്ടായിരിക്കും. നൈറ്റ് ഇല്ലാത്ത പ്രദേശങ്ങളാണ്. ഇന്ന് നോർവേ എന്ന് പറഞ്ഞ രാജ്യത്തെക്കുറിച്ച് കേട്ടാണ് മിഡ് നൈറ്റ് സൺ എന്നാണ് അതിന് ഒരു നിക്നെയിമായിട്ട് പറയുന്നത്. അപ്പം 6 മാസം പകലും 6 മാസം രാത്രിയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പം നോർവേ അങ്ങനത്തെ ഒരു സ്ഥലമാണ്. അതുകൊണ്ടാണ് മിഡ് നൈറ്റ് സൺ എന്ന് പറഞ്ഞ് ഇന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ക്ലാസ് ഇവിടെ കൊണ്ട് നിർത്തിയാണ്. നെക്സ്റ്റ് നമുക്ക് ഡിസ്കഷൻ നടത്താനുള്ളത് മാറ്ററിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ആയിട്ട് ബന്ധപ്പെട്ട ടേംസ് ആണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാര്യങ്ങളും ഡിസ്കസ് ചെയ്ത് പോകാം. ഓക്കെ, താങ്ക് യു.